മാർഗനിർദ്ദേശക തത്വങ്ങൾ. മാർഗനിർദ്ദേശക തത്വങ്ങൾ ഭരണഘടനയിലെ 4-ാം ഭാഗത്താണ് പറഞ്ഞിരിക്കുന്നത്. ഭരണഘടനയിലെ 4-ാം ഭാഗത്ത്. അപ്പൊ എന്താണ് മാർഗനിർദ്ദേശക തത്വങ്ങൾ? പൗരന്മാർക്ക് നല്ല ജീവിതം നയിക്കാൻ കഴിയുന്ന സാമൂഹികവും സാമ്പത്തികവുമായ സാഹചര്യങ്ങൾ സൃഷ്ടിക്കുക എന്നതാണ് നിർദ്ദേശക തത്വങ്ങളുടെ ലക്ഷ്യം. അപ്പൊ എന്താണ്? പൗരന്മാർക്ക് നല്ല ജീവിതം നയിക്കാൻ കഴിയുന്ന സാമൂഹികവും സാമ്പത്തികവുമായ സാഹചര്യങ്ങൾ ആര് സൃഷ്ടിക്കണം? രാഷ്ട്രം സൃഷ്ടിക്കണം. അതിനുള്ള കുറെ കാര്യങ്ങൾ, നിർദ്ദേശങ്ങൾ അടങ്ങിയിരിക്കുന്നതാണ് മാർഗനിർദ്ദേശക തത്വങ്ങൾ. അത് രാഷ്ട്രത്തിന് വേണ്ടിയിട്ട് കൊടുത്തിരിക്കുന്ന ഒരു ഉപദേശമെന്നോ നിർദ്ദേശങ്ങളെന്നോ അങ്ങനെയൊക്കെ പറയാം. ഒരു ക്ഷേമ രാഷ്ട്രത്തിലൂടെ, ഈ ക്ഷേമ രാഷ്ട്രം എന്നുള്ള വാക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒരു ക്ഷേമ രാഷ്ട്രത്തിലൂടെ സാമൂഹികവും സാമ്പത്തികവുമായ ജനാധിപത്യം സ്ഥാപിക്കുക എന്നതും അവയുടെ ലക്ഷ്യമാണ്. അപ്പൊ ക്ഷേമ രാഷ്ട്രം എന്നുള്ളതാണ് ലക്ഷ്യം. ഒരു രാഷ്ട്രത്തിന്റെ ലക്ഷ്യം ക്ഷേമ രാഷ്ട്രമാണെന്ന് മാർഗനിർദ്ദേശക തത്വത്തിൽ പറയുന്നു. നിർദ്ദേശക തത്വങ്ങൾ ജനങ്ങളുടെ നീതിയുക്തമല്ലാത്ത അവകാശങ്ങളാണെങ്കിലും രാജ്യത്തിന്റെ ഭരണത്തിൽ അടിസ്ഥാനപരമാണെങ്കിലും ആർട്ടിക്കിൾ 37 പ്രകാരം നിയമങ്ങൾ നിർമ്മിക്കുന്നതിൽ ഈ തത്വങ്ങൾ പ്രയോഗിക്കേണ്ടത് രാജ്യത്തിന്റെ കടമയായും കൂടാതെ യൂണിയനുകളുടെയും സംസ്ഥാനങ്ങളുടെയും എല്ലാ എക്സിക്യൂട്ടീവ് ഏജൻസികളും ഈ തത്വങ്ങളാൽ നയിക്കപ്പെടണം എന്നും പറഞ്ഞിരിക്കുന്നു. അപ്പൊ എന്താണ് നിർദ്ദേശക തത്വങ്ങൾ? ജനങ്ങളുടെ നീതിയുക്തമല്ലാത്ത അവകാശമാണ്. അത് നിർദ്ദേശക തത്വങ്ങൾ നീതിയുക്തമല്ലെന്ന് പറയുന്നത് എന്താണ്? നമുക്കിത് കോടതിയിൽ പോയിട്ട് രാഷ്ട്രം ഇങ്ങനെ ചെയ്യണം എന്ന് നമുക്ക് എന്താണ് ജസ്റ്റീഷ്യബിൾ അല്ല. നമുക്ക് കോടതിയിൽ കേസ് ഫയൽ ചെയ്യാൻ സാധിക്കില്ല അതിനെതിരായിട്ട്. അതുകൊണ്ട് നമുക്ക് അത് രാജ്യം ചെയ്യേണ്ട ഒരു കടമയാണ്. പക്ഷെ അതിനു വേണ്ടിയിട്ട് നമുക്ക് അത് നമ്മുടെ അവകാശമാണെന്നോ അല്ലെങ്കിൽ രാജ്യം അങ്ങനെ നിർബന്ധമായിട്ട് ചെയ്യണമെന്നോ നമുക്ക് പറയാനായിട്ട് പറ്റത്തില്ല. നിർദ്ദേശക തത്വങ്ങൾ ജനങ്ങളുടെ നീതിയുക്തമല്ലാത്ത അവകാശങ്ങളാണെങ്കിലും രാജ്യത്തിന്റെ ഭരണത്തിൽ അടിസ്ഥാനപരമാണെങ്കിലും ആർട്ടിക്കിൾ 37 പ്രകാരം നിയമങ്ങൾ നിർമ്മിക്കുന്നതിൽ ഈ തത്വങ്ങൾ പ്രയോഗിക്കേണ്ടത് രാഷ്ട്രത്തിന്റെ കടമയായിരിക്കും. കൂടാതെ യൂണിയനുകളുടെയും സംസ്ഥാനങ്ങളുടെയും എല്ലാ എക്സിക്യൂട്ടീവ് ഏജൻസികളും ഈ തത്വങ്ങളാൽ നയിക്കപ്പെടണം. കേസുകൾ തീരുമാനിക്കുമ്പോൾ ജുഡീഷ്യറി പോലും അവ മനസ്സിൽ സൂക്ഷിക്കേണ്ടതുണ്ട്. അതായത് ഇപ്പൊ ഏതെങ്കിലും ഒരു കേസ് വരുമ്പോഴത്തേന് ഇത് ജുഡീഷ്യറി, നമ്മുടെ കോടതികൾ ഇത് പരിഗണിക്കണം. മാർഗനിർദ്ദേശക തത്വത്തിന്റെ അടിസ്ഥാനത്തിലാണോ എന്നുള്ളതൊക്കെ അത് നോക്കിയിട്ട് വേണം പ്രവർത്തിക്കാനായിട്ട്. നിയമനിർമ്മാണത്തിലും നിർവഹണത്തിലും രാഷ്ട്രം പിന്തുടരേണ്ട ചില അടിസ്ഥാന ലക്ഷ്യങ്ങളാണ് നിർദ്ദേശക തത്വങ്ങൾ. അപ്പൊ എന്താണ്? നിയമനിർമ്മാണത്തിലും നിർവഹണത്തിലും രാഷ്ട്രം പിന്തുടരേണ്ട ചില അടിസ്ഥാന ലക്ഷ്യങ്ങളാണ് നിർദ്ദേശക തത്വങ്ങൾ. അതായത് നിയമം നിർമ്മിക്കുന്നതൊക്കെ അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും, മാർഗനിർദ്ദേശക തത്വത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും. അതായത് ജനങ്ങൾക്ക് വേണ്ടിയിട്ട് നല്ലൊരു സാഹചര്യം സൃഷ്ടിക്കുക എന്നുള്ളതാണല്ലോ രാഷ്ട്രത്തിന്റെ ധർമ്മം. അപ്പൊ അതിനു വേണ്ടിയിട്ട് നിയമം നിർമ്മിക്കുക, നിയമങ്ങൾ നിർമ്മിച്ചാണ് അത് നടപ്പിലാക്കുന്നത്. അപ്പൊ നിയമങ്ങളൊക്കെ നിർമ്മിക്കുന്നത് ഒരുപാട് നിയമങ്ങൾ ഇപ്പൊ ഇന്ത്യ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് നിയമങ്ങൾ നിർമ്മിച്ചിട്ടുണ്ട്. ഈ മാർഗനിർദ്ദേശക തത്വങ്ങൾ അടിസ്ഥാനമാക്കി ഒരുപാട് നിയമങ്ങൾ നിർമ്മിച്ചിട്ടുണ്ട്. രാഷ്ട്രം പിന്തുടരേണ്ട മഹത്തായ ആശയങ്ങളും മാർഗങ്ങളും ലക്ഷ്യങ്ങളും പ്രതിപാദിച്ചിട്ടുള്ളത് നിർദ്ദേശക തത്വങ്ങളിലാണ്. രാഷ്ട്രം പിന്തുടരേണ്ട മഹത്തായ ആശയങ്ങളും മാർഗങ്ങളും ലക്ഷ്യങ്ങളും എല്ലാം പ്രതിപാദിച്ചിട്ടുള്ളത് നിർദ്ദേശക തത്വങ്ങളിലാണ്. 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിൽ പറഞ്ഞിരിക്കുന്ന ഇൻസ്ട്രുമെന്റ് ഓഫ് ഇൻസ്ട്രക്ഷനോട് സാദൃശ്യമുള്ളതാണ് നിർദ്ദേശക തത്വങ്ങൾ. അപ്പൊ എന്താണ്? 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിൽ പറഞ്ഞിരിക്കുന്ന ഇൻസ്ട്രുമെന്റ് ഓഫ് ഇൻസ്ട്രക്ഷനോട് സാദൃശ്യമുള്ളതാണ് മാർഗനിർദ്ദേശക തത്വങ്ങൾ. ഇന്ത്യയെ ഒരു ക്ഷേമ രാഷ്ട്രമാക്കി മാറ്റുക എന്നുള്ളതാണ് നിർദ്ദേശക തത്വങ്ങളുടെ ലക്ഷ്യം. ഇത് പലപ്പോഴും ചോദിച്ചിട്ടുള്ളതാണ്. മാർഗനിർദ്ദേശക തത്വങ്ങളുടെ പ്രധാന ലക്ഷ്യം എന്താണ്? അപ്പൊ എന്താണ്? ക്ഷേമരാഷ്ട്രമാക്കി മാറ്റുക എന്നുള്ളതാണ് നിർദ്ദേശക തത്വങ്ങളുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. ജനങ്ങൾക്ക് സാമൂഹിക സാമ്പത്തിക നീതി ഉറപ്പാക്കുകയും ഇന്ത്യയെ ഒരു ക്ഷേമ രാഷ്ട്രമായി സ്ഥാപിക്കുകയും ചെയ്യുക എന്നതാണ് ലക്ഷ്യം. എല്ലാ ജനങ്ങളുടെയും ക്ഷേമം ലക്ഷ്യമാക്കി നയങ്ങൾ ആവിഷ്കരിക്കുകയും നടപ്പിലാക്കുകയും ചെയ്യുന്ന രാഷ്ട്രം അറിയപ്പെടുന്നതാണ് ക്ഷേമരാഷ്ട്രം. അപ്പൊ ഒരു ക്ഷേമരാഷ്ട്രം എന്ന് വെച്ചാൽ എന്താണ്?
എല്ലാ ജനങ്ങളുടെയും ക്ഷേമം ലക്ഷ്യമാക്കി നയങ്ങൾ ആവിഷ്കരിക്കുകയും നടപ്പിലാക്കുകയും ചെയ്യുന്ന രാഷ്ട്രമാണ് ക്ഷേമരാഷ്ട്രം എന്ന് പറയുന്നത്. ഗാന്ധിജിയുടെ ക്ഷേമരാഷ്ട്ര സങ്കല്പങ്ങൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ഭരണഘടനാ ഭാഗം ഏതെന്ന് ചോദിച്ചാലും എന്താണ്? ഭാഗം 4 മാർഗനിർദ്ദേശക തത്വങ്ങളാണ്. ഗാന്ധിജിയുടെ ക്ഷേമരാഷ്ട്ര സങ്കല്പങ്ങൾ ഭരണഘടനയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് എവിടെയാണ്? ഭാഗം 4 നിർദ്ദേശക തത്വങ്ങളിലാണ്. ക്ഷേമരാഷ്ട്രം ലക്ഷ്യമിട്ട് രാജ്യം ജനങ്ങൾക്ക് ഉറപ്പു നൽകേണ്ട ലക്ഷ്യങ്ങൾ എന്തൊക്കെയായിരിക്കും? ജനങ്ങളുടെ സംരക്ഷണവും സേവനവും, പൊതുവിഭവങ്ങളുടെ വിതരണം, വിദ്യാഭ്യാസം, പൊതുജനാരോഗ്യം, ഇതൊക്കെയാണ് ഒരു ക്ഷേമരാഷ്ട്രം ജനങ്ങൾക്ക് വേണ്ടി ചെയ്യേണ്ടത്. അല്ലെങ്കിൽ ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ട് ഒരു രാജ്യം ചെയ്യേണ്ടത് എന്തൊക്കെ കാര്യങ്ങളായിരിക്കും? ജനങ്ങളുടെ സംരക്ഷണവും സേവനവും, പൊതുവിഭവങ്ങളുടെ വിതരണം, വിദ്യാഭ്യാസം, പൊതുജനാരോഗ്യം, ഇതെല്ലാം ഒരു രാജ്യത്തിന്റെ ധർമ്മമാണ്. നിർദ്ദേശക തത്വങ്ങൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ ആദ്യ രാജ്യം ഏതെന്ന് ചോദിച്ചാൽ അത് സ്പെയിനാണ്. നിർദ്ദേശക തത്വങ്ങൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ ആദ്യ രാജ്യം സ്പെയിനാണ്. ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി എന്ന ആശയത്തിന്റെ ഉറവിടം സ്പാനിഷ് ഭരണഘടനയിൽ നിന്നാണ് ആദ്യം വന്നത്. അതിനുശേഷം എന്താണ്? അവിടെ നിന്നാണ് ഐറിഷ് ഭരണഘടനയിലോട്ട് അവരെടുത്തത്. നമ്മൾ എടുത്തിരിക്കുന്നത്, ഇന്ത്യൻ ഭരണഘടന എടുത്തിരിക്കുന്നത് ഐറിഷ് ഭരണഘടനയിൽ നിന്നാണ്, അയർലൻഡിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്. പക്ഷെ അയർലൻഡിന് അത് കിട്ടിയിരിക്കുന്നത് എവിടെ നിന്നാണ്? സ്പാനിഷ് ഭരണഘടനയിൽ നിന്നാണ്. അപ്പം മാർഗനിർദ്ദേശക തത്വങ്ങള് ഇന്ത്യ കടം കൊണ്ടിരിക്കുന്നത് അയർലൻഡിൽ നിന്നാണ്, അയർലൻഡിന്റെ ഭരണഘടനയിൽ നിന്നാണ്. നിർദ്ദേശക തത്വങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്ന അനുച്ഛേദങ്ങൾ 36 മുതൽ 51 വരെയാണ്. നിർദ്ദേശക തത്വങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്ന അനുച്ഛേദം ചോദിച്ചാൽ 36 മുതൽ 51 വരെയാണ് പാർട്ട് 4. മൗലിക അവകാശങ്ങൾ പൂർണ്ണമായ അർത്ഥത്തിൽ സാക്ഷാത്കരിക്കാൻ നടപ്പിലാക്കേണ്ട തത്വങ്ങളാണ് നിർദ്ദേശക തത്വങ്ങൾ. അപ്പൊ എന്താണ്? മൗലികാവകാശങ്ങൾ പൂർണ്ണമായ അർത്ഥത്തിൽ സാക്ഷാത്കരിക്കാൻ നടപ്പിലാക്കേണ്ട തത്വങ്ങൾ ഏതെന്ന് ചോദിച്ചാൽ അത് നിർദ്ദേശക തത്വങ്ങളാണ്. നിർദ്ദേശക തത്വങ്ങൾ ഭരണഘടനയുടെ ഭാഗമായത് ഏത് കമ്മിറ്റിയുടെ ശുപാർശ അനുസരിച്ചാണ്? സപ്രു കമ്മിറ്റിയുടെ ശുപാർശ അനുസരിച്ചാണ്. അപ്പൊ നിർദ്ദേശക തത്വങ്ങൾ ഭരണഘടനയുടെ ഭാഗമായത് ഏത് കമ്മിറ്റിയുടെ ശുപാർശ അനുസരിച്ചിട്ടാണ്? സപ്രു കമ്മിറ്റിയുടെ ശുപാർശ അനുസരിച്ചാണ്. നിർദ്ദേശക തത്വങ്ങൾ നടപ്പിലാക്കാൻ ഒരു പൗരന് കോടതിയെ സമീപിക്കാൻ കഴിയില്ല എന്നാണ് നമ്മൾ പറഞ്ഞത്. നോൺ ജസ്റ്റീഷ്യബിൾ ആണ്. നോൺ ജസ്റ്റീഷ്യബിൾ, അതായത് നിർദ്ദേശക തത്വങ്ങൾ നടപ്പിലാക്കി കിട്ടാനായിട്ട് നമുക്കൊരു കോടതിയെ സമീപിക്കാനായിട്ട് കഴിയില്ല. ഇനി നിർദ്ദേശക തത്വങ്ങളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള 3 തരം തത്വങ്ങളാണ്, 3 തരം ഐഡിയോളജീസ് ആണ്. ഒന്ന് ഗാന്ധിയൻ, 2 സോഷ്യലിസ്റ്റ്, മൂന്നാമത്തത് ലിബറൽ ആൻഡ് ഇന്റലക്ച്വൽ ഐഡിയോളജികളാണ് ഈ മാർഗനിർദ്ദേശക തത്വങ്ങളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതിൽ ഗാന്ധിയൻ തത്വങ്ങളിൽ ഉൾപ്പെട്ടിരിക്കുന്ന ആർട്ടിക്കിൾസ് ആണ് 40, 43, 43B, 46, 47, 48 എന്നീ അനുച്ഛേദങ്ങൾ. 40, 43, 43B, 46, 47, 48 എന്നിവ ഗാന്ധിയൻ ഐഡിയോളജീസ് ആണ്. സോഷ്യലിസ്റ്റ് ഐഡിയോളജിയിൽ വരുന്ന ആർട്ടിക്കിൾസ് ആണ് 38, 39, 39A, 41, 42, 43, 43A, 47. ഇവിടെ 47 വന്നിട്ടുണ്ട്. ഗാന്ധിയനിലും വന്നിട്ടുണ്ട്, സോഷ്യലിസ്റ്റിലും വന്നിട്ടുണ്ട്. ലിബറൽ ഇന്റലക്ച്വൽ ഐഡിയോളജിയിൽ വരുന്നതാണ് 44, 45, 48, 48A, 49, 50, 51 എന്നിവ. അപ്പൊ ഈ 48 ഗാന്ധിയൻ ഐഡിയോളജിയിൽ വരുന്നത് ഇവിടെയും വന്നിട്ടുണ്ട്. 48 ഇന്റലക്ച്വൽ ഐഡിയോളജിയിലും വന്നിട്ടുണ്ട്. അപ്പൊ ഇത്രയാണ് 3 തരത്തിലുള്ള ഐഡിയോളജികൾ ഭരണഘടനയിൽ വന്നിരിക്കുന്നത്. നിർദ്ദേശക തത്വങ്ങളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഗാന്ധിജിയുടെ ആശയങ്ങൾ, ഗാന്ധിജിയുടെ ഏതൊക്കെ ആശയങ്ങളാണ് വന്നിരിക്കുന്നത്? ഗ്രാമപഞ്ചായത്തുകളുടെ രൂപീകരണം, കുടിൽ വ്യവസായം പ്രോത്സാഹിപ്പിക്കൽ, ലഹരി വസ്തുക്കളുടെ നിരോധനം. അപ്പൊ ഏതൊക്കെയാണ്? ഗ്രാമപഞ്ചായത്തുകളുടെ രൂപീകരണം, കുടിൽ വ്യവസായം പ്രോത്സാഹിപ്പിക്കൽ, ലഹരി വസ്തുക്കളുടെ നിരോധനം എന്നിവയൊക്കെയാണ് ഗാന്ധിജിയുടെ ആശയങ്ങൾ. ഒരു വ്യക്തിയുടെ അവകാശങ്ങളെ നീതീകരിക്കാനാവുന്നതും നീതിയുക്തമല്ലാത്തതും എന്ന രീതിയിൽ 2 വിഭാഗങ്ങളായി വിഭജിക്കണമെന്ന് ശുപാർശ ചെയ്ത വ്യക്തിയാണ് BN
റാവു, BN റാവു. അതായത് ഒരു വ്യക്തിയുടെ അവകാശങ്ങളെ നീതീകരിക്കാനാവുന്നതും നീതിയുക്തമല്ലാത്തതും എന്ന രീതിയിൽ 2 വിഭാഗങ്ങളായി വിഭജിക്കണം എന്ന് പറഞ്ഞത് BN റാവു ആണ്. അടുത്തത് നമുക്ക് ഓരോ അനുച്ഛേദങ്ങളും നോക്കാം. നിർദ്ദേശക തത്വങ്ങളിലെ ഓരോ അനുച്ഛേദങ്ങളും എന്താണെന്ന് നോക്കാം. അനുച്ഛേദം 36. അനുച്ഛേദം 36 എന്താണ്? സ്റ്റേറ്റ് എന്ന പദത്തിനെ നിർവചിച്ചിരിക്കുന്നു. സ്റ്റേറ്റ് എന്ന പദത്തിനെ നിർവചിച്ചിരിക്കുന്നത് മാർഗനിർദ്ദേശക തത്വങ്ങളിൽ ആർട്ടിക്കിൾ 36-ലാണ്. സ്റ്റേറ്റ് എന്ന പദത്തിനെ നിർവചിച്ചിരിക്കുന്നത് 36-ലാണ്. അതായത് രാഷ്ട്രം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ നിർദ്ദേശക തത്വങ്ങൾ രാഷ്ട്രം ചെയ്യേണ്ട കടമകളാണല്ലോ. അപ്പൊ ആദ്യം തന്നെ സ്റ്റേറ്റ് എന്താണെന്ന് പറഞ്ഞിരിക്കുന്നത് അനുച്ഛേദം 36-ലാണ്. 37 അനുച്ഛേദം 37 എന്താണ്? നിർദ്ദേശക തത്വങ്ങൾ ന്യായവാദത്തിന് അർഹമല്ല, അതായത് നോൺ ജസ്റ്റീഷ്യബിൾ ആണെന്ന് പറഞ്ഞിരിക്കുന്നത് അനുച്ഛേദം 37-ആണ്. അനുച്ഛേദം 37-ൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്? നിർദ്ദേശക തത്വങ്ങൾ ന്യായവാദത്തിന് അർഹമല്ല, അതല്ലെങ്കിൽ കോടതിയിലൂടെ നടപ്പാക്കാൻ സാധ്യമല്ല, നോൺ ജസ്റ്റീഷ്യബിൾ എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത് അനുച്ഛേദം 37-ആണ്. അടുത്തത് അനുച്ഛേദം 38 നോക്കാം. ജനങ്ങളുടെ ക്ഷേമം വർദ്ധിപ്പിക്കുന്നതിനുള്ള സാമൂഹിക വ്യവസ്ഥിതി രാഷ്ട്രം ഉറപ്പുവരുത്തേണ്ടതാണ് എന്ന് പറഞ്ഞിരിക്കുന്നത് അനുച്ഛേദം 38-ആണ്. അതായത് ജനങ്ങളുടെ ക്ഷേമം വർദ്ധിപ്പിക്കുന്നതിനുള്ള സാമൂഹിക വ്യവസ്ഥിതി രാഷ്ട്രം ഉറപ്പുവരുത്തേണ്ടതാണ് എന്ന് പറഞ്ഞിരിക്കുന്നത് 38-ലാണ്. വ്യക്തികൾക്കിടയിൽ മാത്രമല്ല വിവിധ പ്രദേശങ്ങളിൽ താമസിക്കുന്നവരും വ്യത്യസ്ത തൊഴിലുകളിൽ ഏർപ്പെട്ടിരിക്കുന്നതുമായ ആളുകളുടെ ഇടയിലും അവരുടെ വരുമാനത്തിലുമുള്ള അസമത്വങ്ങൾ കുറയ്ക്കുവാനും പദവിയിലും സൗകര്യങ്ങളിലും അവസരങ്ങളിലും ഉള്ള അസമത്വങ്ങൾ ഇല്ലായ്മ ചെയ്യാനും രാഷ്ട്രങ്ങൾ പരിശ്രമിക്കണം. അപ്പൊ എങ്ങനെയാണ്? വ്യക്തികൾക്കിടയിൽ മാത്രമല്ല വിവിധ പ്രദേശങ്ങളിൽ താമസിക്കുന്നവരും വ്യത്യസ്ത തൊഴിലുകളിൽ ഏർപ്പെട്ടിരിക്കുന്നതുമായ ആളുകളുടെ ഇടയിലും അവരുടെ വരുമാനത്തിലുമുള്ള അസമത്വങ്ങൾ കുറയ്ക്കാനും പദവിയിലും സൗകര്യത്തിലും അവസരങ്ങളിലുമുള്ള അസമത്വങ്ങൾ ഇല്ലായ്മ ചെയ്യാനും രാഷ്ട്രം പരിശ്രമിക്കണം. അതായത് അസമത്വങ്ങൾ കുറയ്ക്കുക എന്നുള്ളത് രാഷ്ട്രത്തിന്റെ ഒരു കടമയായിട്ട്, അല്ലെങ്കിൽ രാഷ്ട്രം അതിനു വേണ്ടിയിട്ട് പ്രവർത്തിക്കണമെന്നാണ് 38-ൽ പറഞ്ഞിരിക്കുന്നത്. അടുത്തത് അനുച്ഛേദം 39 നോക്കാം. അനുച്ഛേദം 39 എന്താണ്? രാഷ്ട്രം പിന്തുടരേണ്ട ചില തത്വങ്ങളെ കുറിച്ച് പറയുന്നു. രാഷ്ട്രം പിന്തുടരേണ്ട ചില തത്വങ്ങളെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അതിന് കുറെ ക്ലോസുകളുണ്ട്. 39-ന് കുറെ ക്ലോസ് ഉണ്ട്. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. 39A, അതായത് ചെറിയ അക്ഷരം A ആണ് 39A. ഈ ഭരണഘടനയിൽ ചെറിയ അക്ഷരത്തിനും വലിയ അക്ഷരത്തിനും അതിൻ്റെതായ പ്രാധാന്യമുണ്ട്. വലിയ അക്ഷരം വേറെ, ചെറിയ അക്ഷരം വേറെ, അങ്ങനെ വേണം നമ്മൾ കണക്ക് കൂട്ടാൻ. 39A ചെറിയ ലെറ്റേഴ്സിലുള്ള A. എല്ലാ പൗരന്മാർക്കും തുല്യമായ ഉപജീവന മാർഗത്തിനുള്ള അവകാശം ഉണ്ടായിരിക്കണം. അതാണ് 39A. എല്ലാ പൗരന്മാർക്കും തുല്യമായ ഉപജീവന മാർഗത്തിനുള്ള അവകാശം ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞിരിക്കുന്നത് 39A-യിലാണ്. എല്ലാ പൗരന്മാർക്കും തുല്യമായ ഉപജീവന മാർഗത്തിനുള്ള അവകാശം ഉണ്ടായിരിക്കണം. അടുത്തത് 39 ക്ലോസ് ബി. 39B-യിൽ പറഞ്ഞിരിക്കുന്നത് ഏതാണ്? സമൂഹത്തിന്റെ വിഭവങ്ങൾ പൊതു നന്മയ്ക്ക് ഉപകരിക്കും വിധം നീതിപൂർവം വിതരണം ചെയ്യണം. അപ്പൊ രാഷ്ട്രം എന്ത് ചെയ്യണം? ആർട്ടിക്കിൾ 39B പ്രകാരം സമൂഹത്തിന്റെ വിഭവങ്ങൾ പൊതു നന്മയ്ക്ക് ഉപകരിക്കും വിധം നീതിപൂർവം വിതരണം ചെയ്യണം. ആർട്ടിക്കിൾ 39C. അടുത്തത് സാമ്പത്തിക വ്യവസ്ഥയുടെ പ്രവർത്തനം പൊതുഹാനിക്ക് ഇടയാകാത്തക്കവണ്ണം സ്വത്തിന്റെയും ഉൽപാദനോപാധികളുടെയും കേന്ദ്രീകരണം ഉണ്ടാകാൻ പാടില്ല. അതായത് എന്താണ്? സാമ്പത്തിക വ്യവസ്ഥയുടെ പ്രവർത്തനം പൊതുഹാനിക്കിടയാകാത്തക്കവണ്ണം സ്വത്തിന്റെയും ഉൽപാദനോപാധികളുടെയും അതായത് സ്വത്തുകളൊക്കെ ഒരാളിൽ തന്നെ കേന്ദ്രീകരിച്ച് ഇരിക്കുന്ന, അല്ലെങ്കിൽ സേവനങ്ങൾ ഒരു പ്രത്യേക വിഭാഗത്തിൽ മാത്രം കേന്ദ്രീകരിച്ച് ഇരിക്കുക എന്നുള്ള ആ ഒരു രീതിയിൽ അങ്ങനെ ഉണ്ടാകാൻ പാടില്ല. അതിനു വേണ്ടിയിട്ട്, അങ്ങനെ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് രാഷ്ട്രം പ്രവർത്തിക്കണം എന്നാണ് 39C-യിൽ പറഞ്ഞിരിക്കുന്നത്. അടുത്തത് 39D. സ്ത്രീക്കും പുരുഷനും തുല്യ ജോലിക്ക് തുല്യ വേതനം നൽകണമെന്ന് അനുശാസിക്കുന്നു. ഇത് ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ളതാണ്. ആർട്ടിക്കിൾ 39D എന്താണ് പറയുന്നത്? സ്ത്രീക്കും പുരുഷനും തുല്യ ജോലിക്ക് തുല്യ വേതനം നൽകണമെന്ന് അനുശാസിക്കുന്നു. സ്ത്രീക്കും പുരുഷനും തുല്യ ജോലിക്ക് തുല്യ വേതനം നൽകണമെന്ന് പറഞ്ഞിരിക്കുന്നത് ആർട്ടിക്കിൾ 39D-യിലാണ്.
അടുത്തത് 39E. കുട്ടികളുടെയും തൊഴിലാളികളുടെയും ആരോഗ്യവും ശക്തിയും അമിത ചൂഷണത്തിന് വിധേയമാകാതെ സംരക്ഷിക്കുക. അപ്പൊ എന്താണ്? കുട്ടികളുടെയും തൊഴിലാളികളുടെയും ആരോഗ്യവും ശക്തിയും അമിത ചൂഷണത്തിനെതിരെ ചൂഷണം ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് സംരക്ഷിക്കുക. അതാണ് 39E പറയുന്നത്. അടുത്തത് ആർട്ടിക്കിൾ 39F നോക്കാം. ആർട്ടിക്കിൾ 39F എന്താണ് പറയുന്നത്? കുട്ടികളുടെ ആരോഗ്യവും സമഗ്ര വളർച്ചയ്ക്ക് സംവിധാനമുണ്ടാക്കുകയും ചൂഷണത്തിൽ നിന്ന് സംരക്ഷിക്കുകയും ചെയ്യുക. അപ്പൊ കുട്ടികളുടെ ആരോഗ്യം സംരക്ഷിക്കുന്നതും അവരെ ചൂഷണത്തിൽ നിന്ന് സംരക്ഷിക്കുകയും ചെയ്യേണ്ടത് ഒരു രാഷ്ട്രത്തിന്റെ കടമയാണെന്ന് പറയുന്നതാണ് 39F. അടുത്തത് 39A ആണ്. വലിയ എ. 39 അനുച്ഛേദം 39A. തുല്യനീതിയും പാവപ്പെട്ടവർക്ക് സൗജന്യ നിയമസഹായവും നൽകണമെന്ന് അനുശാസിക്കുന്നു. അപ്പം 39 ആർട്ടിക്കിൾ 39A എന്താണ് പറയുന്നത്? തുല്യനീതിയും പാവപ്പെട്ടവർക്ക് സൗജന്യ നിയമസഹായം അതാണ് അവിടുത്തെ ഇമ്പോർട്ടന്റ് പോയിന്റ് എന്ന് പറയുന്നത്. സൗജന്യ നിയമസഹായവും നൽകണമെന്ന് അനുശാസിക്കുന്നു. അനുച്ഛേദം 40 ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ളതാണ്. അനുച്ഛേദം 40 വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഗ്രാമപഞ്ചായത്തുകളുടെ രൂപീകരണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് അനുച്ഛേദം 40 ആണ്. അനുച്ഛേദം 40 ഗ്രാമപഞ്ചായത്തുകളുടെ രൂപീകരണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. അനുച്ഛേദം 41 തൊഴിലില്ലായ്മ, വാർദ്ധക്യം, രോഗം, അംഗവൈകല്യം എന്നീ അവസ്ഥകളിൽ ജോലിക്കും വിദ്യാഭ്യാസത്തിനും പൊതുസഹായത്തിനുമുള്ള അവകാശം ഉറപ്പുവരുത്താൻ രാഷ്ട്രം ഫലപ്രദമായ വ്യവസ്ഥ ഉണ്ടാക്കേണ്ടതാണ്. അതായത് ജോലി ചെയ്യാനുള്ള അവകാശം, ജോലി ചെയ്യാനുള്ള സാഹചര്യം എല്ലാവർക്കും ജോലി ചെയ്യാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കുക എന്നുള്ളതാണ് രാഷ്ട്രത്തിന്റെ കടമ. അതായത് തൊഴിലില്ലായ്മ, വാർദ്ധക്യം, രോഗം, അംഗവൈകല്യം എന്നീ അവസ്ഥകളിൽ ജോലിക്കും വിദ്യാഭ്യാസത്തിനും പൊതുസഹായത്തിനുമുള്ള അവകാശം ഉറപ്പുവരുത്താൻ രാഷ്ട്രം ഫലപ്രദമായ വ്യവസ്ഥ ഉണ്ടാക്കേണ്ടതാണെന്ന് പറഞ്ഞിരിക്കുന്നു. അനുച്ഛേദം 42 നീതിപൂർവമായ തൊഴിൽ സാഹചര്യം ഉറപ്പുവരുത്തുക, പ്രസവാനുകൂല്യം ഉറപ്പുവരുത്തുക. അനുച്ഛേദം 42 പറഞ്ഞിരിക്കുന്ന എന്താണ്? പ്രസവാനുകൂല്യം ഉറപ്പുവരുത്തുക, നീതിപൂർവമായ തൊഴിൽ സാഹചര്യം ഉറപ്പുവരുത്തുക. The Payment of Gratuity Act 1972, Maternity Benefit Act 1961 എന്നിവ ഈ ആർട്ടിക്കിളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ആർട്ടിക്കിൾ 42 അടുത്തത് അനുച്ഛേദം 43 തൊഴിലാളികൾക്ക് ജീവിക്കാൻ ആവശ്യമായ കൂലി ഉറപ്പുവരുത്തണമെന്ന് അനുശാസിക്കുന്നു. അതായത് അനുച്ഛേദം 43 പറഞ്ഞിരിക്കുന്ന എന്താണ്? തൊഴിലാളികൾക്ക് ജീവിക്കാൻ ആവശ്യമായ കൂലി ഉറപ്പുവരുത്തണമെന്ന് അനുശാസിക്കുന്നു. ജീവിക്കാൻ ആവശ്യമായ കൂലി അവർക്ക് ലഭിക്കുന്നുണ്ടോ എന്ന് രാഷ്ട്രം ഉറപ്പുവരുത്തേണ്ടതാണ്, അല്ലെങ്കിൽ അത് ശ്രദ്ധിക്കേണ്ടതാണ്. ഗ്രാമപ്രദേശങ്ങളിലെ കുടിൽ വ്യവസായങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നത് കടമയാണ്, രാഷ്ട്രത്തിന്റെ കടമകളിൽ പെടുന്നു. അനുച്ഛേദം 43 പ്രകാരം ഗ്രാമപ്രദേശങ്ങളിലെ കുടിൽ വ്യവസായങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നത് രാഷ്ട്രത്തിന്റെ കടമയാണെന്ന് ആർട്ടിക്കിൾ 43 പറയുന്നു. അതായത് തൊഴിലാളികൾക്ക് ജീവിക്കാൻ ആവശ്യമായ കൂലി ഉറപ്പുവരുത്തുക, പിന്നെന്താണ്? ഗ്രാമപ്രദേശങ്ങളിലെ കുടിൽ വ്യവസായങ്ങൾ പ്രോത്സാഹിപ്പിക്കുക. ഇതൊക്കെ രാഷ്ട്രത്തിന്റെ ചുമതലയാണ്. അനുച്ഛേദം 43A വ്യവസായശാലകളുടെ നടത്തിപ്പിൽ തൊഴിലാളികളുടെ പങ്കാളിത്തം ഉറപ്പുവരുത്തൽ. അപ്പൊ എന്താണ്? 43A എന്താണ് പറയുന്നത്? വ്യവസായശാലകളുടെ നടത്തിപ്പിൽ തൊഴിലാളികളുടെ പങ്കാളിത്തം ഉറപ്പുവരുത്തുക. അനുച്ഛേദം 43B സഹകരണ സംഘങ്ങൾ രൂപീകരിക്കൽ, നടത്തിപ്പ്, പ്രമോഷൻ തുടങ്ങിയവയെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. അപ്പൊ അനുച്ഛേദം 43B എന്താണ് പറയുന്നത്? സഹകരണ സംഘങ്ങളെ പറ്റിയാണ് പറയുന്നത്. സഹകരണ സംഘങ്ങൾ രൂപീകരിക്കൽ, നടത്തിപ്പ്, പ്രമോഷൻ തുടങ്ങിയവയെ കുറിച്ച് പ്രതിപാദിക്കുന്നത് 43B-യിലാണ്. 2011 97 ഭരണഘടനാ ഭേദഗതി വഴിയാണ് അനുച്ഛേദം 43B കൂട്ടിച്ചേർത്തത്. അപ്പൊ 2011 97B 2011 97 ഭരണഘടനാ ഭേദഗതി വഴിയാണ് 43B കൂട്ടിച്ചേർത്തത്. 44 നമ്മളെ ഈയിടെ ഒരുപാട് വാർത്തകളിലെല്ലാം കേട്ടൊരു സംഭവമാണ്. അനുച്ഛേദം 44 എന്താണ്? ഏകീകൃത സിവിൽ കോഡാണ്. യൂണിഫോം സിവിൽ കോഡ് നടപ്പിലാക്കണമെന്ന് അനുശാസിക്കുന്നു. ആർട്ടിക്കിൾ 44 വഴി
എന്താണ് പറയുന്നത്? ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കണമെന്ന് അനുശാസിക്കുന്നു. ഏകീകൃത സിവിൽ കോഡിലൂടെ ഉദ്ദേശിക്കുന്നത് ഇന്ത്യയിലെ എല്ലാ പൗരന്മാർക്കും ബാധകമാകുന്ന സിവിൽ നിയമങ്ങളാണ്. അതായത് പ്രത്യേകം ഒരു വിഭാഗത്തിന് പ്രത്യേക നിയമം അങ്ങനെയല്ല, എല്ലാവർക്കും കൂടി, ഇപ്പൊ ഇന്ത്യയിൽ താമസിക്കുന്ന എല്ലാ പൗരന്മാർക്കും കൂടി ഒറ്റ നിയമം. അതാണ് ഏകീകൃത സിവിൽ കോഡ് എന്ന് പറയുന്നത്. അത് നടപ്പിലാക്കേണ്ടത് രാഷ്ട്രത്തിന്റെ കടമയാണ് അല്ലെങ്കിൽ ധർമ്മമാണ് എന്ന് പറഞ്ഞിരിക്കുന്നതാണ് അനുച്ഛേദം 44. ഏകീകൃത സിവിൽ കോഡിനെതിരെ പ്രമേയം പാസാക്കിയ ആദ്യ സംസ്ഥാനമാണ് കേരളം. ഏകീകൃത സിവിൽ കോഡിനെതിരെ പ്രമേയം പാസാക്കിയ ആദ്യ സംസ്ഥാനം കേരളമാണ്. അടുത്തത് അനുച്ഛേദം 45 ഇമ്പോർട്ടന്റ് ആണ്. 6 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ശൈശവ കാല പരിചരണവും വിദ്യാഭ്യാസവും നൽകാൻ രാഷ്ട്രം ശ്രമിക്കേണ്ടതാണെന്ന് വ്യവസ്ഥ ചെയ്യുന്നു. അപ്പൊ അനുച്ഛേദം 45 പറയുന്നത് എന്താണ്? 6 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ശൈശവകാല പരിചരണം വിദ്യാഭ്യാസം നൽകാൻ രാഷ്ട്രം ശ്രമിക്കേണ്ടതാണെന്ന് വ്യവസ്ഥ. അതായത് ഫ്രീ ആയിട്ട് ഉള്ള അവരുടെ പരിചരണവും എല്ലാം അതെല്ലാം രാഷ്ട്രത്തിന്റെ കടമയാണ്. 6 വയസ്സ് വരെയുള്ള കുട്ടികളുടെ പരിചരണവും വിദ്യാഭ്യാസവും ഒക്കെ രാഷ്ട്രത്തിന്റെ കടമയാണ്. അനുച്ഛേദം 46 പട്ടികജാതികളുടെയും പട്ടിക ഗോത്രവർഗങ്ങളുടെയും മറ്റും ദുർബല വിഭാഗങ്ങളുടെയും വിദ്യാഭ്യാസപരവും സാമ്പത്തികവുമായ താല്പര്യങ്ങൾ സംരക്ഷിക്കണമെന്ന് അനുശാസിക്കുന്നു. അതായത് അനുച്ഛേദം 46 പട്ടികജാതികളുടെയും പട്ടിക ഗോത്രവർഗങ്ങളുടെയും മറ്റു ദുർബല വിഭാഗങ്ങളുടെയും വിദ്യാഭ്യാസപരവും സാമ്പത്തികവുമായ താല്പര്യങ്ങൾ സംരക്ഷിക്കണമെന്ന് പറഞ്ഞിരിക്കുന്നു. അത് രാഷ്ട്രത്തിന്റെ കടമയാണ്. അനുച്ഛേദം 47 പൊതുജനങ്ങളുടെ ആരോഗ്യ കാര്യങ്ങളിലുള്ള പുരോഗതി, പോഷക നിലവാരം, ജീവിത നിലവാരം എന്നിവ മെച്ചപ്പെടുത്തുന്നതിന് രാഷ്ട്രം പരിശ്രമിക്കണം. അപ്പൊ അനുച്ഛേദം 47 എന്താണ് പറയുന്നത്? പൊതുജനങ്ങളുടെ ആരോഗ്യ കാര്യങ്ങളിലുള്ള പുരോഗതി, പോഷക നിലവാരം, ജീവിത നിലവാരം എന്നിവ മെച്ചപ്പെടുത്തുന്നതിന് രാഷ്ട്രം പരിശ്രമിക്കണം. മദ്യനിരോധനം നടപ്പിലാക്കണമെന്ന് പറഞ്ഞിരിക്കുന്നത് 47 മദ്യനിരോധനം ഇത് ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ളതാണ്. അനുച്ഛേദം 47 അതാണ്. മദ്യനിരോധനം നടപ്പിലാക്കണമെന്ന് അനുശാസിക്കുന്നു. സംസ്ഥാന രൂപീകരണം മുതൽക്കേ സമ്പൂർണ്ണ മദ്യനിരോധനം നിലവിലുള്ള സംസ്ഥാനമാണ് ഗുജറാത്ത്. ഇത് ഗാന്ധിയൻ പ്രിൻസിപ്പിൾ ആണിത്. മദ്യനിരോധനം സംസ്ഥാന രൂപീകരണം മുതൽക്കേ സമ്പൂർണ്ണ മദ്യനിരോധനം നിലവിലുള്ള സംസ്ഥാനം ഏതെന്ന് ചോദിച്ചാൽ അത് ഗുജറാത്താണ്. അടുത്തത് അനുച്ഛേദം 48 ഇത് ഗാന്ധിയൻ പ്രിൻസിപ്പിളിൽ വരുന്നതാണ്. ഗോവധ നിരോധനം, കൃഷി, മൃഗസംരക്ഷണം എന്നിവയെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. അപ്പൊ അനുച്ഛേദം 48 ഗോവധ നിരോധനത്തിനെ പറ്റി പറയുന്നു. കൃഷി, മൃഗസംരക്ഷണം എന്നിവയെക്കുറിച്ചെല്ലാം പറയുന്നത് അനുച്ഛേദം 48 ആർട്ടിക്കിൾ 48 പ്രകാരം പശുക്കൾ, കന്നുകുട്ടികൾ, മറ്റ് കറവ പശുക്കൾ, ഭാരം ചുമക്കുന്ന കന്നുകാലികൾ എന്നിവയുടെ കശാപ്പ് നിരോധിക്കുന്നതിലൂടെയും ഇനങ്ങൾ മെച്ചപ്പെടുത്തുന്നതിലൂടെയും ആധുനിക ശാസ്ത്രീയമായ രീതിയിൽ കൃഷിയും മൃഗസംരക്ഷണവും സംഘടിപ്പിക്കണം. അത് ഗവൺമെന്റിന്റെ കടമയാണെന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പൊ എന്താണ് 48 പറഞ്ഞിരിക്കുന്നത്? ആർട്ടിക്കിൾ 48 പ്രകാരം പശുക്കൾ, കന്നുകുട്ടികൾ, മറ്റ് കറവ പശുക്കൾ, ഭാരം ചുമക്കുന്ന കന്നുകാലികൾ എന്നിവയുടെ കശാപ്പ് നിരോധിക്കുന്നതിലൂടെയും ഇനങ്ങൾ മെച്ചപ്പെടുത്തുന്നതിലൂടെയും ആധുനികവും ശാസ്ത്രീയവുമായ രീതിയിൽ കൃഷിയും മൃഗസംരക്ഷണവും സംഘടിപ്പിക്കണം. ഗോവധ നിരോധനത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ ഭാഗം ഏതെന്ന് ചോദിച്ചാൽ അത് 4 മാർഗനിർദ്ദേശക തത്വങ്ങളിലാണ് ഗോവധ നിരോധനത്തെ പറ്റി പറഞ്ഞിരിക്കുന്നത്. ഗോവധ നിരോധന നിയമം നടപ്പിലാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഗുജറാത്താണ്. അപ്പൊ മദ്യനിരോധനവും ഗോവധ നിരോധനവും നടപ്പിലാക്കിയ ആദ്യ സംസ്ഥാനം ഏതെന്ന് ചോദിച്ചാൽ അത് ഗുജറാത്താണ്. അനുച്ഛേദം 48A പരിസ്ഥിതി സംരക്ഷണം, വനം, വന്യജീവി സംരക്ഷണം, പരിസ്ഥിതിയെ സംരക്ഷിക്കുകയും മെച്ചപ്പെടുത്തുകയും രാജ്യത്തെ വനങ്ങളെയും വന്യജീവികളെയും സംരക്ഷിക്കുകയും വേണം. വനങ്ങളുടെയും വന്യജീവികളുടെയും സംരക്ഷണം സംബന്ധിച്ച ഈ നിർദ്ദേശം 1976 42 ഭേദഗതി നിയമത്തിലൂടെ ചേർത്തു. അപ്പൊ എന്താണ്? അനുച്ഛേദം 48A എന്ന് പറയുന്നത് പരിസ്ഥിതി സംരക്ഷണം, വനം, വന്യജീവി സംരക്ഷണം എന്നിവയാണ്. അനുച്ഛേദം 48A പരിസ്ഥിതി സംരക്ഷണം, വനം, വന്യജീവി സംരക്ഷണം, പരിസ്ഥിതി സംരക്ഷണം, വനം, വന്യജീവി സംരക്ഷണം എന്നിവയാണ് അനുച്ഛേദം 48A പറഞ്ഞിരിക്കുന്നത്. പരിസ്ഥിതിയെ സംരക്ഷിക്കുകയും മെച്ചപ്പെടുത്തുകയും രാജ്യത്തെ വനങ്ങളെയും വന്യജീവികളെയും സംരക്ഷിക്കുകയും വേണം. ഇതൊക്കെ രാഷ്ട്രത്തിന്റെ കടമയാണ്. വനങ്ങളുടെയും വന്യജീവികളുടെയും സംരക്ഷണം സംബന്ധിച്ച ഈ നിർദ്ദേശം 1976 42 ഭേദഗതി നിയമത്തിലൂടെയാണ് കൂട്ടിച്ചേർത്തത്.
അനുച്ഛേദം 49 ദേശീയ പ്രാധാന്യമുള്ള സ്മാരകങ്ങൾ, സ്ഥലങ്ങൾ, വസ്തുക്കൾ എന്നിവയുടെ സംരക്ഷണമാണ് അനുച്ഛേദം 49. അപ്പൊ ആർട്ടിക്കിൾ 49 പറയുന്നത് എന്താണ്? ദേശീയ പ്രാധാന്യമുള്ള സ്മാരകങ്ങൾ, അല്ലെ, മോണുമെന്റ്സ് ഒക്കെ സംരക്ഷിക്കാൻ, സ്ഥലങ്ങള്, ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള പ്രദേശങ്ങളൊക്കെ സംരക്ഷിക്കേണ്ടതൊക്കെ രാഷ്ട്രത്തിന്റെ കടമയാണ്. അനുച്ഛേദം 50. അനുച്ഛേദം 50 എന്താണ് പറഞ്ഞിരിക്കുന്നത്? നീതിന്യായ വിഭാഗത്തെ കാര്യനിർവഹണ വിഭാഗത്തിൽ നിന്നും വേർതിരിക്കണമെന്ന് അനുശാസിച്ചിരിക്കുന്നു. അത് ഇമ്പോർട്ടന്റ് ആണ്. നീതിന്യായ വിഭാഗം, അതായത് ജുഡീഷ്യറിയെ എക്സിക്യൂട്ടീവ്, കാര്യനിർവഹണ വിഭാഗം എക്സിക്യൂട്ടീവ്. അപ്പൊ ജുഡീഷ്യറിയെ എക്സിക്യൂട്ടീവിൽ നിന്ന് വേർതിരിക്കണമെന്ന് പറഞ്ഞിരിക്കുന്നത് അനുച്ഛേദം 50-ലാണ്. അനുച്ഛേദം 50-ലാണ്. അനുച്ഛേദം 51. അനുച്ഛേദം 51 എന്താണ്? അന്താരാഷ്ട്ര സമാധാനം പ്രോത്സാഹിപ്പിക്കാൻ അനുശാസിക്കുന്നു. അന്താരാഷ്ട്ര സമാധാനം പ്രോത്സാഹിപ്പിക്കാൻ അനുശാസിക്കുന്നത് അനുച്ഛേദം 51-ആണ്. രാഷ്ട്രങ്ങൾ തമ്മിൽ നീതിപൂർവവും ബഹുമാന്യവുമായ ബന്ധങ്ങൾ നിലനിർത്തുന്നതിന് പ്രയത്നിക്കേണ്ടതാണ്. അപ്പൊ രാഷ്ട്രങ്ങൾ തമ്മിൽ നീതിപൂർവവും ബഹുമാന്യവുമായ ബന്ധങ്ങൾ നിലനിർത്തുന്നതിന് പ്രയത്നിക്കേണ്ടതാണ് എന്ന് പറഞ്ഞിരിക്കുന്നത് ആർട്ടിക്കിൾ 51-ആണ്. അന്താരാഷ്ട്ര തർക്കങ്ങൾ മധ്യസ്ഥം വഴി ഒത്തുതീർപ്പാക്കുന്നതിന് പ്രോത്സാഹിപ്പിക്കുന്നതിനും പ്രയത്നിക്കേണ്ടതാണ് എന്ന് പറഞ്ഞിരിക്കുന്നത് ആർട്ടിക്കിൾ 51-ലാണ്. അത്രയാണ് പ്രധാനമായിട്ടുള്ള മാർഗനിർദ്ദേശക തത്വങ്ങൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇനി അതുകൂടാതെ മറ്റ് അനുച്ഛേദങ്ങള് ഭരണഘടനയിൽ പറഞ്ഞിരിക്കുന്നതാണ് അനുച്ഛേദം 335. അത് കൂടാതെ പല ഭാഗങ്ങളിലും ചേർത്തിരിക്കുന്നതാണ് അനുച്ഛേദം 335. സർവീസുകളിലേക്കും തസ്തികകളിലേക്കും പട്ടികജാതികൾക്കും പട്ടിക ഗോത്രവർഗങ്ങൾക്കുമുള്ള അവകാശങ്ങളെ പറ്റി പറയുന്നതാണ് അനുച്ഛേദം 335. അനുച്ഛേദം 335 എന്താണ്? സർവീസുകളിലേക്കും തസ്തികകളിലേക്കും പട്ടികജാതികൾക്കും പട്ടിക ഗോത്രവർഗങ്ങൾക്കുമുള്ള അവകാശങ്ങളെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. അനുച്ഛേദം 350A കുട്ടികൾക്ക് പ്രാഥമിക ഘട്ടത്തിൽ മാതൃഭാഷയിൽ വിദ്യാഭ്യാസം നൽകുന്നതിനുള്ള സൗകര്യങ്ങൾ ഒരുക്കുക. അപ്പൊ എന്താണ് 350A പറഞ്ഞിരിക്കുന്നത്? കുട്ടികൾക്ക് പ്രാഥമിക ഘട്ടത്തിൽ മാതൃഭാഷയിൽ വിദ്യാഭ്യാസം നൽകുന്നതിനുള്ള സൗകര്യങ്ങൾ രാഷ്ട്രം ഒരുക്കണം. അനുച്ഛേദം 351 എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഹിന്ദി ഭാഷയുടെ വികസനത്തിനുള്ള നിർദ്ദേശമാണ്. 351 ഹിന്ദി ഭാഷയുടെ വികസനത്തിനുള്ള നിർദ്ദേശം നൽകിയിരിക്കുന്നു. 351. നിർദ്ദേശക തത്വങ്ങളെ നോവൽ ഫീച്ചേഴ്സ് ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് വിശേഷിപ്പിച്ചത് BR അംബേദ്കർ ആണ്. BR അംബേദ്കർ നിർദ്ദേശക തത്വങ്ങളെ നോവൽ ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് വിശേഷിപ്പിച്ചത് BR അംബേദ്കർ ആണ്. എ ചെക്ക് ഓൺ എ ബാങ്ക് പേയബിൾ അറ്റ് ദി കൺവീനിയൻസ് ഓഫ് ദി ബാങ്ക് എന്ന് വിശേഷിപ്പിച്ചത് KT ഷായാണ്. KT ഷാ. എ ചെക്ക് ഓൺ എ ബാങ്ക് പേയബിൾ അറ്റ് ദി കൺവീനിയൻസ് ഓഫ് ദി ബാങ്ക് എന്ന് വിശേഷിപ്പിച്ചത് KT ഷായാണ്. KT ഷാ. നിർദ്ദേശക തത്വങ്ങളെയും മൗലിക അവകാശങ്ങളെയും ഭരണഘടനയുടെ മനസാക്ഷി എന്ന് വിശേഷിപ്പിച്ചത് ഗ്രാൻവില്ലെ ഓസ്റ്റിനാണ്. ഗ്രാൻവില്ലെ ഓസ്റ്റിൻ. നിർദ്ദേശക തത്വങ്ങളെയും മൗലിക അവകാശങ്ങളെയും ഭരണഘടനയുടെ മനസാക്ഷി എന്ന് വിശേഷിപ്പിച്ചത് ഗ്രാൻവില്ലെ ഓസ്റ്റിനാണ്. മൗലിക അവകാശങ്ങൾക്കും നിർദ്ദേശക തത്വങ്ങൾക്കും ഇടയിൽ തർക്കം വന്നാൽ മൗലിക അവകാശം നിലനിൽക്കും എന്ന് സുപ്രീം കോടതി വിധിച്ച കേസാണ് ചെമ്പകം ദുരൈ രാജൻ കേസ് 1951. ഇമ്പോർട്ടന്റ് ആണ്. മൗലിക അവകാശങ്ങൾക്കും നിർദ്ദേശക തത്വങ്ങൾക്കും ഇടയിൽ തർക്കം വന്നാൽ മൗലികാവകാശം നിലനിൽക്കും. മൗലികാവകാശത്തിനാണ് ഇമ്പോർട്ടന്റ്. മൗലികാവകാശം നിലനിൽക്കും എന്ന് സുപ്രീം കോടതി വിധിച്ച കേസാണ് ചെമ്പകം ദുരൈ രാജൻ കേസ് 1951. നിർദ്ദേശക തത്വങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടി മൗലിക അവകാശങ്ങൾ ഭേദഗതി ചെയ്യാൻ ആകില്ല എന്ന് സുപ്രീം കോടതി വിധിച്ച കേസാണ് ഗോലക്നാഥ് കേസ് 1967. അപ്പൊ നിർദ്ദേശക തത്വങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടി മൗലിക അവകാശങ്ങൾ ഭേദഗതി ചെയ്യാൻ സാധിക്കില്ല എന്ന് സുപ്രീം കോടതി വിധിച്ച കേസാണ് ഗോലക്നാഥ് കേസ് 1967. 1967 ഗോലക്നാഥ് കേസിലാണ് എന്ത് പറഞ്ഞത്? നിർദ്ദേശക തത്വങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് മൗലികാവകാശങ്ങൾ ഭേദഗതി ചെയ്യാൻ ആകില്ല. ഗോലക്നാഥ് കേസിലെ സുപ്രീം കോടതി വിധിയെ മറികടക്കുന്നതിനായി പാർലമെന്റ് പാസാക്കിയ ഭരണഘടനാ ഭേദഗതികളാണ് 24-ാം ഭേദഗതിയും 25-ാം ഭേദഗതിയും. രണ്ടും 1971-ലാണ്. അപ്പൊ എന്താണ്? ഗോലക്നാഥ് കേസിലെ സുപ്രീം കോടതി വിധിയെ മറികടക്കുന്നതിനായിട്ട് പാർലമെന്റ് പാസാക്കിയ ഭരണഘടനാ ഭേദഗതികളാണ് 24-ഉം 25-ഉം. 1971-ലാണ് 24-ഉം 25-ഉം ഭേദഗതികൾ നടന്നത്.
മൗലിക അവകാശങ്ങളും നിർദ്ദേശക തത്വങ്ങളും തമ്മിലുള്ള സന്തുലിത അവസ്ഥയുടെ അടിത്തറയിലാണ് ഇന്ത്യൻ ഭരണഘടന സ്ഥാപിതമായതെന്ന് സുപ്രീം കോടതി അഭിപ്രായപ്പെട്ട കേസാണ് മിനർവ മിൽ കേസ് 1980. എന്താണ്? മൗലികാവകാശങ്ങളും നിർദ്ദേശക തത്വങ്ങളും തമ്മിലുള്ള സന്തുലിതാവസ്ഥയുടെ അടിത്തറയിലാണ് ഇന്ത്യൻ ഭരണഘടന സ്ഥാപിതമായതെന്ന് സുപ്രീം കോടതി അഭിപ്രായപ്പെട്ട കേസാണ് മിനർവ മിൽ കേസ് 1980. അപ്പൊ മിനർവ മിൽസ് vs യൂണിയൻ ഓഫ് ഇന്ത്യ കേസില് എന്താണ്? ആർട്ടിക്കിൾ 31C-യിലെ 42-ാം ഭേദഗതി നിയമം സാധുവല്ലെന്നും അത് അതിര് കടക്കുന്നതാണെന്നും സുപ്രീം കോടതി വിധിച്ചു. അപ്പൊ എന്താണ്? ഈ കേസിലെ ആർട്ടിക്കിൾ 31C സാധുവല്ലെന്നും അത് അതിര് കടന്നതാണെന്നും സുപ്രീം കോടതി വിധിച്ചു. 42-ാം ഭേദഗതി നിയമം. അപ്പൊ അത് പ്രകാരം എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 31C ഭരണഘടനയുടെ ഭാഗം 4-ൽ പറയുന്ന നിർദ്ദേശക തത്വങ്ങൾ നടപ്പിലാക്കുന്ന നിയമങ്ങൾക്ക് സംരക്ഷണം നൽകുന്നു. പ്രധാനമായും സാമൂഹിക നീതി ഉറപ്പാക്കാൻ, അതായത് സാമൂഹിക നീതി, അതായത് 39Bയും 39Cയും മാർഗനിർദ്ദേശക തത്വങ്ങളിലെ 39Bയും 39Cയും കൊണ്ടുവരുന്ന നിയമങ്ങളെ മൗലികാവകാശങ്ങളായ ആർട്ടിക്കിൾ 14 സമത്വമാണ്, ആർട്ടിക്കിൾ 19 സ്വാതന്ത്ര്യം എന്നിവ ലംഘിക്കുന്നുവെന്ന് പറഞ്ഞ് കോടതിയിൽ ചോദ്യം ചെയ്യാൻ കഴിയില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഒന്നുകൂടി പറയാം, ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 31C ഭരണഘടനയുടെ ഭാഗം 4-ൽ പറയുന്ന നിർദ്ദേശക തത്വങ്ങൾ നടപ്പിലാക്കുന്ന നിയമങ്ങൾക്ക് സംരക്ഷണം നൽകുന്നു. എന്താണ്? ഭാഗം 4-ൽ പറയുന്ന നിർദ്ദേശക തത്വങ്ങൾക്ക് സംരക്ഷണം നൽകുന്ന അനുച്ഛേദമാണ് 31C എന്ന് പറയുന്നത്. അതായത് ആർട്ടിക്കിൾ അല്ല, ഭാഗം 4-ൽ പറയുന്ന നിർദ്ദേശക തത്വങ്ങൾക്ക് സംരക്ഷണം നൽകുന്ന ഒരു ആർട്ടിക്കിളാണ് 31C എന്ന് പറയുന്നത്. അത് പ്രകാരം എന്താണ്? സാമൂഹ്യ നീതി ഉറപ്പാക്കാൻ വേണ്ടിയിട്ട് അതായത് 39Bയും 39Cയും 39B എന്ന് പറയുന്നത് എന്താണ്? സമൂഹത്തിന്റെ എന്തെങ്കിലും ഒരു വിഭവങ്ങള് പൊതുനന്മയ്ക്കായിട്ട് ഉപകരിക്കുന്ന വിധം വിതരണം ചെയ്യാൻ, നീതിപൂർവമായിട്ട് വിതരണം ചെയ്യാൻ രാഷ്ട്രത്തിന് അവകാശമുണ്ട്, അല്ലെങ്കിൽ രാഷ്ട്രത്തിന്റെ ധർമ്മമാണ് എന്ന് പറഞ്ഞിരിക്കുന്നതാണ് 39B. 39C എന്താണ്? സാമ്പത്തിക വ്യവസ്ഥയുടെ പ്രവർത്തനം പൊതുഹാനിക്കിടയാകത്തക്ക വണ്ണം സ്വത്തിന്റെയും ഉൽപാദനോപാധികളുടെയും കേന്ദ്രീകരണം ഉണ്ടാകാൻ പാടില്ല. അതായത് സ്വത്ത് ഒരു വ്യക്തിയുടെയോ ഒരു സ്ഥാപനത്തിന്റെയോ കയ്യിൽ അങ്ങനെ കേന്ദ്രീകരിച്ച് വെക്കാനായിട്ട് പാടില്ല. അത് എല്ലാവരിലോട്ടും വിതരണം ചെയ്യണം, പൊതുവായിട്ട് എല്ലാവർക്കും ഒരുപോലെ വിതരണം ചെയ്യണം എന്നൊക്കെ പറഞ്ഞിരിക്കുന്നതാണ്, നിർദ്ദേശക തത്വങ്ങളിൽ വരുന്നതാണ് 39Bയും 39Cയും. അപ്പൊ ഇതിൽ പറഞ്ഞിരിക്കുന്നത് സാമൂഹ്യ നീതി ഉറപ്പാക്കാൻ വേണ്ടിയിട്ട് ഈ ഏതെങ്കിലും ഒരു ആർട്ടിക്കിൾ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുവാണ്, രാഷ്ട്രം ഇംപ്ലിമെന്റ് ചെയ്യുവാണ്. അപ്പോൾ എന്ത് ചെയ്യും? അപ്പൊ വേറൊരാളുടെ മൗലികാവകാശങ്ങളായ സമത്വം, സ്വാതന്ത്ര്യം, അവരുടെ സ്വാതന്ത്ര്യവും മൗലിക സമത്വം, സ്വാതന്ത്ര്യം എന്നിവ ലംഘിക്കുന്നു എന്നും പറഞ്ഞുകൊണ്ട് ഒരു വ്യക്തിക്കോ അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിനോ കോടതിയിൽ ചോദ്യം ചെയ്യാനായിട്ട് കഴിയില്ല എന്നാണ് ഈ 31C പറയുന്നത്. പൊതുനന്മയ്ക്കായി സർക്കാരിന് സ്വകാര്യ സ്വത്തുക്കളിലോ മറ്റോ ഇടപെടാൻ ഈ ആർട്ടിക്കിൾ അധികാരം നൽകുന്നു. അപ്പൊ അതാണ് സംഭവം. പൊതുനന്മയ്ക്കായിട്ട് സർക്കാരിന് സ്വകാര്യ സ്വത്തുക്കളിലോ മറ്റോ ഇടപെടാൻ ഈ ആർട്ടിക്കിൾ അധികാരം നൽകുന്നു. ഇത് മൗലിക അവകാശങ്ങളുടെ ലംഘനമായി കോടതി കാണില്ല. അതായത് ഈ സ്വത്ത് ഏറ്റെടുക്കുന്ന പരിപാടികളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഇപ്പൊ ഏതെങ്കിലും ഒരു പൊതുനന്മയ്ക്കായിട്ട് വേറൊരാളുടെ സ്വത്ത് ഏറ്റെടുക്കാനൊക്കെ ഗവൺമെന്റിന് കഴിയും, ഗവൺമെന്റിന് അധികാരം നൽകുന്നുണ്ട്. അതിനെ ന്യായീകരിക്കുന്ന ഒരു ആർട്ടിക്കിളാണ് 31C എന്ന് പറയുന്നത്. മൗലിക അവകാശങ്ങളെക്കാൾ ഭരണഘടനാപരമായ നിർദ്ദേശക തത്വങ്ങൾക്ക് മുൻഗണന നൽകുന്ന വകുപ്പാണ് 31C. അപ്പൊ മൗലിക അവകാശങ്ങളെക്കാൾ ഭരണഘടനാപരമായിട്ട് നിർദ്ദേശക തത്വങ്ങൾക്ക് മുൻഗണന നൽകുന്ന വകുപ്പാണ് 31C. 1976-ലെ 42-ാം ഭേദഗതിയിലൂടെ നിർദ്ദേശക തത്വങ്ങളിൽ കൂട്ടിച്ചേർത്ത അനുച്ഛേദങ്ങളാണ് 39A, 43A, 48A എന്നിവ. അപ്പൊ 1976-ലെ 42-ാം ഭേദഗതിയിലൂടെ നിർദ്ദേശക തത്വങ്ങളിൽ കൂട്ടിച്ചേർത്ത അനുച്ഛേദങ്ങൾ ഏതൊക്കെയാണ്? 39A, 43A, 48A എന്നിവ. ഇനി നിർദ്ദേശക തത്വങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് കുറെ ഭേദഗതികൾ ഗവൺമെന്റ് കൊണ്ടുവന്നിട്ടുണ്ട്, ഇന്ത്യ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ അത് ഏതൊക്കെയാണെന്ന് എല്ലാം അല്ല, കുറച്ച് നോക്കാം. 1978-ലെ ഭരണഘടനയുടെ 44-ാം ഭേദഗതി നിയമത്തിലൂടെ ആർട്ടിക്കിൾ 38,
ക്ലോസ് 2 കൂട്ടിച്ചേർത്തു. 38 2 കൂട്ടിച്ചേർത്തു. 1978 44ാം ഭേദഗതി വന്നത്. അതിൽ 38 2 കൂട്ടിച്ചേർത്തു. തുല്യനീതിയും സൗജന്യ നിയമസഹായവും ഉറപ്പാക്കാൻ സംസ്ഥാനത്തിന് നിർദ്ദേശം നൽകുന്ന ആർട്ടിക്കിൾ 39A 1976 ഭരണഘടനയുടെ 42ാം ഭേദഗതി നിയമത്തിലൂടെ കൂട്ടിച്ചേർത്തു. പിന്നീട് കൂട്ടിച്ചേർത്ത ഏതാണ്? തുല്യനീതിയും സൗജന്യ നിയമസഹായം 39A കൂട്ടിച്ചേർത്തു 1976 42ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം. വ്യവസായ മാനേജ്മെന്റിൽ തൊഴിലാളികളുടെ പങ്കാളിത്തം ഉറപ്പാക്കാൻ സംസ്ഥാനത്തോട് നിർദ്ദേശിക്കുന്ന ആർട്ടിക്കിൾ 43A അതും 42ാം ഭേദഗതിയിലൂടെയാണ് കൂട്ടിച്ചേർത്തത്. വ്യവസായ മാനേജ്മെന്റിൽ തൊഴിലാളികളുടെ പങ്കാളിത്തം ഉറപ്പാക്കണം. ഒരു വ്യവസായശാലകളുടെ പ്രവർത്തനത്തിൽ തൊഴിലാളികളുടെ പങ്കാളിത്തം ഉറപ്പാക്കണമെന്ന് നിർദ്ദേശിക്കുന്നതാണ് 43A. അത് കൂട്ടിച്ചേർത്തു. സഹകരണ സംഘങ്ങളുടെ ഉന്നമനത്തിനായി സംസ്ഥാനം പരിശ്രമിക്കണമെന്ന് നിർദ്ദേശിക്കുന്ന 43B അത് 97ാം ഭേദഗതിയിലൂടെയാണ് കൂട്ടിച്ചേർത്തത്. 43B കൂട്ടിച്ചേർത്തത് 97ാം ഭേദഗതിയിലൂടെയാണ്. അതെന്താണ്? സഹകരണ സംഘങ്ങളുടെ ഉന്നമനത്തിനായി സംസ്ഥാനം എന്നല്ല, സ്റ്റേറ്റ് ആണ്, രാഷ്ട്രം എന്നുള്ള അർത്ഥത്തിലാണ്. രാഷ്ട്രം പരിശ്രമിക്കണമെന്ന് നിർദ്ദേശിക്കുന്നു. 6 വയസ്സ് തികയുന്നത് വരെ എല്ലാ കുട്ടികൾക്കും ശൈശവ പരിചരണവും സൗജന്യ വിദ്യാഭ്യാസവും ഉറപ്പാക്കുന്ന ആർട്ടിക്കിൾ 45 അത് കൂട്ടിച്ചേർത്തു. 45 കൂട്ടിച്ചേർത്തു. 45 എന്താണ് പറയുന്നത്? 6 വയസ്സ് വരെ ഉള്ള കുട്ടികളുടെ ആരോഗ്യവും വിദ്യാഭ്യാസവും പരിചരണവും എല്ലാം സ്റ്റേറ്റ് നൽകണം എന്ന് പറഞ്ഞിരിക്കുന്നു. അത് നടപ്പിലാക്കിയത് എങ്ങനെയാണ്? അംഗൻവാടികളൊക്കെ ഉണ്ട് അല്ലെ? അംഗൻവാടികളൊക്കെ നടപ്പിലാക്കിയത് ആ ഒരു രീതിയിലാണ്. 2002 86ാം ഭേദഗതി നിയമത്തിലൂടെ കൂട്ടിച്ചേർത്തു. 86ാം ഭേദഗതി 2002 86ാം ഭേദഗതി. പരിസ്ഥിതി സംരക്ഷണവും മെച്ചപ്പെടുത്തലും വനങ്ങളുടെയും വന്യജീവികളുടെയും സംരക്ഷണവും ഉറപ്പാക്കുന്ന ആർട്ടിക്കിൾ 48A 1976 42ാം ഭേദഗതിയിലൂടെ കൂട്ടിച്ചേർത്തു. അതായത് പരിസ്ഥിതി സംരക്ഷണം മെച്ചപ്പെടുത്തുക, വനം വന്യജീവികളുടെ സംരക്ഷണം 48A അത് കൂട്ടിച്ചേർത്തതും 1976 42ാം ഭേദഗതിയിലൂടെയാണ്. ഭരണഘടനയുടെ 7ാം ഭേദഗതി നിയമം 1956 വഴി ആർട്ടിക്കിൾ 49 പരിഷ്കരിച്ചു. 49 ഒക്കെ നമ്മൾ പറഞ്ഞതാണ്. അപ്പൊ അത്രയാണ് പ്രധാനമായിട്ടും നിർദ്ദേശക തത്വങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് വന്ന അമൻമെന്റ്സ് അതൊക്കെയാണ്. ഇനിയിപ്പോ ഈ മൗലികാവകാശങ്ങളും നിർദ്ദേശക തത്വങ്ങളും തമ്മിൽ കുറെ ഡിഫറൻസ് അല്ലെങ്കിൽ ഒരു ഡിബേറ്റ് പോലെ ഉണ്ട്. അതെന്തൊക്കെയാണ്? അവ തമ്മിലൊരു എന്താ പറയാ, സിമിലാരിറ്റീസ് ഉണ്ട്. അത് പറയാം. മൗലിക അവകാശങ്ങൾ എന്ന് പറയുന്നത് ചില കാര്യങ്ങൾ ചെയ്യുന്നതിൽ നിന്ന് ഭരണകൂടത്തിനെ വിലക്കുന്നതിനാൽ നെഗറ്റീവായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. മൗലികാവകാശങ്ങൾ നെഗറ്റീവ്, അതായത് അതില് പൗരന്മാർക്കാണ് ഇമ്പോർട്ടൻസ്, പൗരന്മാരുടെ അവകാശത്തിനാണ് ഇമ്പോർട്ടൻസ്. അപ്പം രാഷ്ട്രത്തിന് ചില കാര്യങ്ങൾ അവിടെ പ്രവർത്തിക്കാൻ കഴിയത്തില്ല. അപ്പൊ അതുകൊണ്ട് മൗലിക അവകാശങ്ങളെ നെഗറ്റീവായിട്ടാണ് പറയുന്നത്. എന്ത് കാര്യം വന്നാലും എന്തെങ്കിലും ഒരു നിയമം നിർമ്മിക്കുന്ന സമയത്ത് ജനങ്ങളുടെ അവകാശങ്ങൾക്കാണ് മുൻഗണന വരുന്നത്. അതുകൊണ്ട് അതിനെ മൗലിക അവകാശങ്ങളെ നെഗറ്റീവായിട്ട് പരിഗണിക്കുന്നു. ചില കാര്യങ്ങൾ ചെയ്യാൻ ഭരണകൂടത്തോട് നിർദ്ദേശിക്കുന്നതിനാൽ പോസിറ്റീവായിട്ടാണ് നിർദ്ദേശക തത്വങ്ങളെ പറയുന്നത്. അപ്പൊ നിർദ്ദേശക തത്വങ്ങൾ പോസിറ്റീവായിട്ടാണ് കണക്കാക്കുന്നത്. അതായത് രാഷ്ട്രത്തിനോട് ചില കാര്യങ്ങൾ ചെയ്യണം എന്ന് പറയുവാണ്. രാഷ്ട്രത്തിനെ വെച്ചാണ് നമ്മൾ ഇത് കമ്പയർ ചെയ്യുന്നത്. രാഷ്ട്രത്തിനോട് ഇന്ന കാര്യങ്ങൾ ചെയ്യണം എന്ന് പറയുന്നത് കൊണ്ട് നിർദ്ദേശക തത്വങ്ങൾ പോസിറ്റീവും, ചെയ്യരുത് അല്ലെങ്കിൽ വിലക്കുന്നത് കൊണ്ട് മൗലിക അവകാശങ്ങളെ നെഗറ്റീവായിട്ടുമാണ് കണക്കാക്കപ്പെടുന്നത്. പിന്നെന്താണ്? കോടതി വഴി നമുക്ക് മൗലികാവകാശങ്ങൾ സ്ഥാപിച്ചെടുക്കാൻ പറ്റും അല്ലെ? കോടതി വഴി നമുക്ക് സ്ഥാപിച്ചെടുക്കാൻ പറ്റും. പക്ഷെ നിർദ്ദേശക തത്വങ്ങൾ പറ്റുമോ? നിർദ്ദേശക തത്വങ്ങൾ നമുക്ക് കോടതി വഴി സ്ഥാപിച്ചെടുക്കാനായിട്ട് സാധിക്കത്തില്ല. കോടതി വഴി സ്ഥാപിച്ചെടുക്കാൻ അല്ലെങ്കിൽ നോൺ ജസ്റ്റീഷ്യബിൾ ആണ് നിർദ്ദേശക തത്വങ്ങൾ. മൗലികാവകാശങ്ങൾ ജസ്റ്റീഷ്യബിൾ ആണ്.
പിന്നെന്താണ്? രാഷ്ട്രീയ ജനാധിപത്യം സ്ഥാപിച്ചെടുക്കാൻ ലക്ഷ്യമിടുന്നതാണ് മൗലിക അവകാശങ്ങൾ. രാഷ്ട്രീയ ജനാധിപത്യം സ്ഥാപിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ആണ് മൗലികാവകാശങ്ങളുള്ള നിർദ്ദേശ തത്വങ്ങൾ എന്താണ്? സാമൂഹിക സാമ്പത്തിക ജനാധിപത്യം സ്ഥാപിച്ചെടുക്കാനാണ് നിർദ്ദേശക തത്വങ്ങൾ പരിശ്രമിക്കുന്നത്. നിർദ്ദേശക തത്വങ്ങൾ എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? സാമൂഹിക സാമ്പത്തിക ജനാധിപത്യം സ്ഥാപിച്ചെടുക്കാനാണ് നിർദ്ദേശക തത്വങ്ങൾ ലക്ഷ്യമിടുന്നതെങ്കിൽ മൗലികാവകാശങ്ങൾ എന്താണ്? രാഷ്ട്രീയ ജനാധിപത്യമാണ്. രാഷ്ട്രീയമായിട്ടുള്ള ജനാധിപത്യം സ്ഥാപിച്ചെടുക്കാനാണ് ലക്ഷ്യമിടുന്നത്. പിന്നെന്താണ്? മൗലികാവകാശങ്ങൾക്ക് ലീഗൽ സാങ്ഷൻസ് ഉണ്ട്. അതായത് നിയമാനുമതിയുണ്ട് മൗലികാവകാശങ്ങൾക്ക്. പക്ഷെ നിർദ്ദേശക തത്വങ്ങൾക്ക് എന്താണ്? ധാർമ്മികവും രാഷ്ട്രീയവുമായിട്ടുള്ള അനുമതിയാണുള്ളത്. അതായത് രാഷ്ട്രത്തിന് അത് ചെയ്യാതിരിക്കാം. ധാർമ്മികമായിട്ടുള്ള രാഷ്ട്രീയവുമായ അനുമതിയാണുള്ളത്. പക്ഷെ നിയമാനുമതിയുണ്ട്. നമുക്ക് കോടതിയിൽ പോയി മൗലികാവകാശങ്ങൾ നമുക്ക് വാങ്ങിച്ചെടുക്കാനായിട്ട് സാധിക്കും. നിയമം മൂലം നമുക്കത് നൽകാനായിട്ട് സാധിക്കും. വ്യക്തികളുടെ ക്ഷേമത്തെ പ്രോത്സാഹിപ്പിക്കുന്നതാണ് മൗലികാവകാശങ്ങൾ. മൗലികാവകാശത്തിന് ഇമ്പോർട്ടൻസ് എന്താണ്? വ്യക്തികളുടെ ക്ഷേമത്തെയാണ്. നിർദ്ദേശക തത്വങ്ങൾ എന്താണ്? വ്യക്തിയെയല്ല, സമൂഹത്തിന്റെ ക്ഷേമമാണ് നോക്കുന്നത്. സമൂഹത്തിന്റെ ക്ഷേമമാണ്. മൗലികാവകാശം ഒരു വ്യക്തിയുടെയാണ്. പിന്നെ ഉള്ളത് നിയമനിർമ്മാണത്തിന്റെ ആവശ്യമില്ലാതെ തന്നെ സ്വയമേ നടപ്പിലാകുന്നു. നിയമനിർമ്മാണം ആവശ്യമില്ല മൗലികാവകാശങ്ങൾക്ക്. സ്വയമേ നടപ്പിലാകുന്ന ഒരു സംഭവമാണ് മൗലികാവകാശം എന്ന് പറയുന്നത്. നിർദ്ദേശക തത്വങ്ങൾ നടപ്പിലാക്കാനായിട്ട് നിയമനിർമ്മാണം ആവശ്യമാണ്. ഓരോ നിയമനിർമ്മാണങ്ങളും ആവശ്യമാണ്. ഇപ്പൊ കേന്ദ്ര ഗവൺമെന്റ് അല്ലെങ്കിൽ നമ്മുടെ ഗവൺമെന്റ് ഒരുപാട് നിയമങ്ങൾ, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് നിയമങ്ങൾ വന്നിട്ടുണ്ട്. ഭൂപരിഷ്കരണ നിയമമൊക്കെ അതിനുവേണ്ടി ഭൂപരിഷ്കരണ നിയമമുണ്ട്. മിനിമം വേതന നിയമം, ഫാക്ടറീസ് ആക്ട് 1948 ഫാക്ടറീസ് ആക്ട്, ബാലവേല നിരോധന നിയമം 1986, പിന്നെ പ്രസവാനുകൂലി നിയമം നമ്മൾ പറഞ്ഞു 1961, തുല്യവേതന നിയമമുണ്ട്. അത് പ്രിവി പേഴ്സ് നിർത്തലാക്കല്, അതൊക്കെ നമ്മൾ സമത്വം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് പ്രിവി പേഴ്സ് ഒക്കെ നിർത്തലാക്കിയത്. 1971 നിർത്തലാക്കിയത്. പിന്നെ എന്താണ്? ബാങ്കുകളുടെ ദേശസാൽക്കരണമുണ്ട്. വന്യജീവി സംരക്ഷണ നിയമമുണ്ട് 1972, വനസംരക്ഷണ നിയമം 1980, ദേശീയ വന നിയമമുണ്ട്. പിന്നെ ഗോവധ നിരോധനം ചില സംസ്ഥാനങ്ങളിൽ നടപ്പിലാക്കിയിട്ടുണ്ട്. ഇതൊക്കെ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് ഗവൺമെന്റ് ചെയ്യുന്നതാണ്. പിന്നെ ബാലാവകാശം, പഞ്ചായത്ത് രാജ്, അങ്ങനെ ഒരുപാട് നിയമങ്ങൾ ഗവൺമെന്റ് പാസ്സാക്കിയിട്ടുണ്ട് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് നടപ്പിലാക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അത്രയാണ് നിർദ്ദേശക തത്വങ്ങളെ പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് വന്നിട്ടുണ്ട്.